നിഫ്റ്റി അങ്ങനെ 26,000 എന്ന് പറയുന്ന ഒരു ഡ്രീം സംഖ്യയിലോട്ട് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇനി നിഫ്റ്റി അങ്ങോട്ട് പോകും. ഇപ്പോൾ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ കംഫർട്ടബിൾ ആണോ, അതോ മാർക്കറ്റ് ഹയർ ലെവലിൽ നിൽക്കുന്നത് കൊണ്ട് ഇനി കറക്റ്റ് ചെയ്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? ഒരു കാര്യം അറിയോ, ഇങ്ങനെ കറക്റ്റ് ചെയ്യാമെന്ന് കരുതി 12,000 മുതൽ വെയിറ്റ് ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ട്. അവർക്കൊന്നും ഇതുവരെയും കൃത്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള അവസരം കിട്ടിയിട്ടില്ല. അപ്പോൾ എന്നാൽ ഇപ്പോഴും മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ ചില സെക്ടേഴ്സ് ഉണ്ട്. അത് ഏതൊക്കെയാണ്? ഫെഡ് റിസർവിൻ്റെ ഈ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്തുകൊണ്ട് എങ്ങനെയൊക്കെയാണ് മാർക്കറ്റിനെ ഇനി അത് എഫക്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത്, ഈ ഒരു വർഷം മാർക്കറ്റിൽ ഏതൊക്കെ സ്റ്റോക്കുകളിൽ എങ്ങനെയൊക്കെ ഏതൊക്കെ സെക്ടേഴ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാം എന്നതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഫുള്ളായിട്ട് സംസാരിക്കാനായിട്ട് പോകുന്നത്. 2020 ശേഷം ഫെഡ് റിസർവ്, US ഫെഡ് റിസർവ് 50 ബേസിസ് പോയിൻ്റ് ആണ് കുറച്ചിരിക്കുന്നത്. എല്ലാവരും 50ൻ്റെ അടുത്ത് നിയറസ്റ്റ് 50 അല്ലെങ്കിൽ 25 ബേസിസ് പോയിൻറ്റ് കുറയ്ക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് 50 ബേസിസ് പോയിൻറ്റ് കുറച്ചതോടുകൂടി ലോകത്തിലെ എല്ലാ സ്റ്റോക്ക് മാർക്കറ്റുകൾക്കും ഒരു പുത്തൻ ഉണർവ് വന്നിരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതെല്ലാം മനസ്സിലാകും. അപ്പോൾ എവിടേക്കാണ് FIS തിരിച്ചു വന്ന് പൈസ കൊണ്ടുവന്ന് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ സ്റ്റോക്കുകളിലും ആ സെക്ടേഴ്സിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കും മികച്ച ലാഭം എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ FIS മണി എവിടെയായിരിക്കും ഏറ്റവും കൂടുതൽ വരിക? അതെ, ഫിനാൻസ് ബാങ്ക് സ്റ്റോക്കുകളിലാണ് അവർ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധ്യതയുള്ളത്. അതുമാത്രമല്ല, ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു സേഫ് വാല്യുവേഷനിൽ നിൽക്കുന്ന സെക്ടർ എന്ന് പറയുന്നത് അത് ബാങ്കിങ് സ്റ്റോക്കുകളും മൈക്രോ ഫിനാൻസ് സ്റ്റോക്കുകളും ഒക്കെയാണ്. അപ്പോൾ നമുക്ക് ബാങ്കിങ് സെക്ടറുകളിൽ ഏതൊക്കെ സ്റ്റോക്കിനെ നമ്മൾ ചൂസ് ചെയ്യണം, മൈക്രോ ഫിനാൻസിൽ ഏതൊക്കെ സ്റ്റോക്കുകളെ ചൂസ് ചെയ്യണം എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ബാങ്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലോട്ട് ആദ്യം ഓടി വരുന്നത് നമ്മുടെ ബാങ്ക് നിഫ്റ്റി തന്നെയാണ്. ബാങ്ക് നിഫ്റ്റി ഒരു അടിപൊളി റിക്കവറി കഴിഞ്ഞ് ഓൾ ടൈം ഹൈയിലെത്തി നിൽക്കുകയാണ് അല്ലേ. അപ്പോൾ ഒരു അടിപൊളി ഒരു യു ഷേപ്പ് റിക്കവറിയാണ് നടത്തിയിരിക്കുന്നത്. അവസാനത്തെ ഒരു 1 വീക്കായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു വേർട്ടിക്കൽ റാലി തന്നെയാണ് ബാങ്ക് നിഫ്റ്റിയുടെ ഭാഗത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് ഈ ഒരു ലെവലിനെ ഒരു മേജർ സപ്പോർട്ട് സോണായിട്ട് 53,000 ലെവലിനെ നമുക്ക് മേജർ സപ്പോർട്ടായിട്ട് തന്നെ കാണാൻ പറ്റും. ബാങ്ക് ഓൾറെഡി 54,000 ലെവലിൽ എത്തിക്കഴിഞ്ഞു. ബാങ്കിൻ്റെ വാല്യുവേഷൻ സൈഡിലോട്ട് നമുക്കൊന്ന് പോയാലോ? ബാങ്കിൻ്റെ വാല്യുവേഷൻ സൈഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുമ്പോൾ ബാങ്കിൻ്റെ പി റേഷ്യോ ഇപ്പോഴും 15.7 മാത്രമാണ് എന്ന് നമുക്ക് കാണാൻ പറ്റും. ഹിസ്റ്റോറിക്കൽ പി നോക്കുമ്പോൾ ഹിസ്റ്റോറിക്കൽ പിനേക്കാൾ തൊട്ട് മുകളിൽ 1 ഇയർ ഹിസ്റ്റോറിക്കൽ പിനേക്കാൾ തൊട്ട് മുകളിൽ ഇപ്പോഴും ബാങ്ക് എത്തിയിട്ടുള്ളൂ. ഒരു 5 ഇയർ പിനേക്കാൾ താഴെ തന്നെയാണ് ബാങ്ക് ഇപ്പോഴും നിൽക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും അട്രാക്റ്റീവ്. നിങ്ങൾ 5 ഇയറിലെ ബാങ്കിൻ്റെ പി, കൊറോണയ്ക്ക് ശേഷം വലിയ കാര്യമായിട്ട് ബാങ്ക് തിരിച്ച് വന്നിട്ടില്ല, ഒരു ഹയർ വാല്യുവേഷനിലോട്ട് വന്നിട്ടില്ല, ബാങ്ക് ഇപ്പോഴും അട്രാക്റ്റീവാണ്. ഇതിനൊരു കാരണം എന്താണ്? ബാങ്കുകളുടെ ഡെപ്പോസിറ്റ് റേറ്റ്സ് കുറഞ്ഞത് തന്നെയാണ് ഏറ്റവും വലിയൊരു കാരണം. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇനി എന്തെങ്കിലും മാറ്റങ്ങൾ വരുമോ? നമ്മൾ ഓരോ സ്റ്റോക്കായിട്ട് നോക്കുമ്പോൾ നമുക്ക് HDFC ബാങ്ക് 19 പിയിലും ICICI ബാങ്ക് 20 പിയിലും എത്തി നിൽക്കുന്നുണ്ട്. അത് വാല്യുവേഷൻ കുറച്ച് കൂടുതൽ നിൽക്കുന്നത് HDFC, ICICI, കൊടാക് മഹീന്ദ്ര ബാങ്കുകളാണ്. എന്നാൽ നമ്മൾ PSU ബാങ്കുകളിലോട്ട് നോക്കുകയാണെങ്കിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, അതുപോലെ തന്നെ ബാങ്ക് ഓഫ് ബറോഡ, ഇവരൊക്കെ വളരെ ലോ വാല്യുവേഷനിൽ തന്നെയാണ് നിൽക്കുന്നത്. കാരണം അതൊരു ഗവൺമെൻറ് സെക്ടറിൽ നിൽക്കുന്ന ബാങ്കുകളായതുകൊണ്ടാണ്. ഇപ്പോൾ നമ്മൾ ബന്ധൻ ബാങ്ക് നോക്കുകയാണെങ്കിലും ഫെഡറൽ ബാങ്കൊക്കെ നോക്കുകയാണെങ്കിലും പ്രൈവറ്റ് സെക്ടറിൽ വളരെ ബെസ്റ്റ് വാല്യുവേഷനിൽ കിടക്കുന്ന സ്റ്റോക്കുകളാണ് ഇതെന്ന് നമുക്ക് കാണാനായിട്ട് പറ്റും. എന്നാൽ ഞാൻ പറയുന്നത് നിങ്ങൾ കുറച്ച് മൈക്രോ സെക്ടർ ബാങ്കുകളിലോട്ട് പോവുകയാണെങ്കിൽ, നമ്മുടെ AU ഫൈനാൻസ് പോലുള്ള മൈക്രോ സെക്ടറിലോട്ട് പോവുകയാണെങ്കിൽ ഇവരായിരിക്കും ഈ തവണ ആദ്യം റാലി സ്റ്റാർട്ട് ചെയ്യുക. പക്ഷേ AU സ്മോൾ ഫിനാൻസ് ബാങ്കൊന്നും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിയിലല്ല നിൽക്കുന്നത്, ഒരു കുറച്ച് ഹയർ സൈഡാണ്. ചിലപ്പോൾ കുറച്ചുകൂടിയൊക്കെ മുകളിലോട്ട് പോവുമെങ്കിലും എന്നാൽ മൈക്രോ ഫിനാൻസിൽ നമുക്ക് ഒത്തിരി നല്ല സ്റ്റോക്കുകൾ കിട്ടും, നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് കിട്ടും. നമുക്ക് AU ഫൈനാൻസ് തന്നെ നോക്കിയാൽ പോലും നിങ്ങൾക്ക് കാണാൻ പറ്റും വാല്യുവേഷനൊന്നും വലിയ കുഴപ്പമില്ല എന്ന് നമുക്ക് റീഡ് ചെയ്യാനായിട്ട് പറ്റും. മൈക്രോ ഫിനാൻസിൽ ഞാൻ ശ്രദ്ധിച്ച മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ബാങ്കാണ് 5 സ്റ്റാർ ബിസിനസ് ഫിനാൻസ് ലിമിറ്റഡ്. ഇതൊരു NBFC ആണ്. ഈ ഒരു ബാങ്കിൻ്റെ വാല്യുവേഷൻ കുറച്ച് അട്രാക്റ്റീവ് തന്നെയാണ്. എന്നാൽ നല്ലൊരു മൂവ്മെൻറ്റ് ഒരു പക്ഷേ നമുക്ക് ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. കാരണം FIS വളരെ വലിയ രീതിയിൽ ഈ ഒരു ബാങ്കിൽ ഹോൾഡിങ്സ് കൂട്ടിയിട്ട്, നമ്മൾ FISൻ്റെ ഹോൾഡിംഗ് റേറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് നമ്മൾ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺസ് നമ്മൾ നോക്കുമ്പോൾ FIS 2022 വെറും 6% മാത്രം ഹോൾഡിംഗ് ഉണ്ടായിരുന്നൊരു ബാങ്കിൽ ഇപ്പോൾ 57% FISൻ്റെ ഹോൾഡിംഗ് ഉള്ളതായിട്ട് കാണാൻ പറ്റും. എന്നാൽ DIS 6% മാത്രമേ ഉള്ളൂ. റീറ്റെയിൽ ട്രേഡേഴ്സിന് 52% ഹോൾഡിംഗ് ഉണ്ടായിരുന്ന ഒരു കമ്പനിയിൽ ഗ്രാജുവലി 2024 ആയപ്പോൾ തന്നെ വെറും 10% താഴത്തോട്ട് ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ കുറഞ്ഞിട്ടുണ്ട്. അതായത് റീറ്റെയിൽ ട്രേഡേഴ്സ് 50% നിന്ന് 10% കുറയുകയും FIS 10% നിന്ന് 50% അല്ലെങ്കിൽ 60% കൂടുകയും ചെയ്തു. ഇത് തന്നെ മതിയല്ലോ നമുക്ക് ആ ഒരു സ്റ്റോക്കിൽ
ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്. ഈ ഒരു സ്റ്റോക്കിൻ്റെ ചാർട്ട് കൂടി നിങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ ഞാൻ ലോങ് ടൈമിലോട്ട് തന്നെ പ്രതീക്ഷിക്കുന്ന ഒരു സ്റ്റോക്ക് തന്നെയാണ് 5 സ്റ്റാർ ബിസിനസ് ഫിനാൻസ്. ഇതിൻ്റെ ചാർട്ട് കൂടി നിങ്ങളൊന്ന് പരിഗണിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു വ്യൂ കൃത്യമായിട്ട് കിട്ടുന്നതായിട്ട് കാണാം. ഇതിൻ്റെ ചാർട്ട് ഇപ്പോൾ ഇങ്ങനെയാണ് നിൽക്കുന്നത്. കഴിഞ്ഞ ദിവസം നല്ലൊരു ബൈങ് വോളിയം വന്നിട്ടുണ്ട്. ഒരു കൺസോളിഡേഷൻ പീരീഡിലൂടെയാണ് ഈ ഒരു സ്റ്റോക്ക് കടന്നു പോകുന്നത്. 2023 ജൂലൈ മുതൽ ഒരു കൺസോളിഡേഷൻ പീരീഡിലാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഒരു മൾട്ടിപ്പിൾ യു ഷേപ്പിലാണ് ഈ ഒരു സ്റ്റോക്ക് നിൽക്കുന്നത്. ഈ ഒരു ലെവലിൽ നിന്ന് ഈ ഒരു സ്റ്റോക്ക് ബ്രേക്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു 100x അല്ലെങ്കിൽ ഒരു 1000x ഒക്കെ റിട്ടേൺ തരാനുള്ള കേപ്പബിലിറ്റി ഈ ഒരു സ്റ്റോക്കിനുണ്ട്. മാത്രമല്ല വാൻഗാൽ ഉൾപ്പെടെയുള്ള പല ബിഗ് FIAസും റീസെൻറ്റ് ടൈമിൽ ഈ ഒരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള പ്ലേസ് നിയർലി 700ൻ്റെ അടുത്താണെങ്കിലും ഇപ്പോൾ ഒരു 770 റേഞ്ച് ഒക്കെ വലിയ കുഴപ്പമില്ലാത്ത ഒരു റീജിയനാണ് എന്നെനിക്ക് തോന്നുന്നത്. നിങ്ങൾക്കൊരു സ്റ്റോപ്പ് ലോസ് പ്ലാൻ ഒരു 700ൻ്റെ താഴത്ത് അല്ലെങ്കിൽ 680ൻ്റെ താഴത്തും ഒരു അഗ്രസീവ് സ്റ്റോപ്പ് ലോസ് പ്ലാൻ ഒരു 600 റേഞ്ചിലും വെക്കുകയാണെങ്കിൽ ഈ ഒരു സ്റ്റോക്കിനെ നല്ല രീതിയിൽ നിങ്ങൾക്ക് അക്യുമുലേറ്റ് ചെയ്യാം. മൾട്ടിപ്പിൾ ടൈമായിട്ട് നിങ്ങൾ അക്യുമുലേറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു വെൽത്ത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഈ ഒരു സ്റ്റോക്കിന് സാധിക്കും. നിങ്ങളിതിൻ്റെ എന്താ പറയുക റിസൾട്ടുകൾ നോക്കുകയാണെങ്കിൽ വളരെ പ്രോമിസിംഗ് ആയിട്ട് കൃത്യമായിട്ട് ഇൻക്രീസ് ചെയ്ത് വരുന്നതായിട്ട് കാണാൻ പറ്റും. ഓപ്പറേഷണൽ പ്രോഫിറ്റ് വളരെ നല്ല രീതിയിലുണ്ട്. ഇതിൻ്റെ മാർജിനാണ് ഈ ഒരു സ്റ്റോക്കിൻ്റെ ഏറ്റവും അഡ്വാൻറ്റേജ് ആയിട്ടുള്ള കാര്യം. 75% മാർജിൻ ഈ ഒരു സ്റ്റോക്കിനുണ്ട്. അപ്പോൾ ഇവർ ലോൺസാണ് കൂടുതൽ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇവരുടെ ലാഭം കൃത്യമായിട്ട് കൂടി വരുന്നുണ്ട്. ഗ്രോത്ത് 3 ഇയർ ഗ്രോത്ത് പോലും 28% സെയിൽസ് ഗ്രോത്ത് ഇവർ കാണിക്കുന്നുണ്ട്. പ്രോഫിറ്റ് ഗ്രോത്ത് ഏകദേശം 3 ഇയറിൽ 33% പ്രോഫിറ്റ് ഗ്രോത്ത് കാണിക്കുന്നുണ്ട്. CAGR ആവറേജ് നമുക്ക് 1 ഇയറിൽ 13% കാണിക്കുന്നുണ്ട്. റിട്ടേൺ ഓൺ ഇക്വിറ്റിയും നമുക്ക് ഏകദേശം ലാസ്റ്റ് ഇയറിൽ 18% കാണിക്കുന്നുണ്ട്. അപ്പോൾ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള നമ്പേഴ്സാണ്. ബാലൻസ് ഷീറ്റ് നോക്കിയാലും നിങ്ങൾക്ക് അസറ്റ്സിൽ വളരെ വലിയൊരു ഹൈപ്പ് കാണാൻ പറ്റും. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ നമുക്ക് പോസിറ്റിവിറ്റി മാത്രമേ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ റേഷ്യോസും FIAs ആരൊക്കെയാണോ ഉള്ളതെന്ന് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. എല്ലാ വലിയ FIAസും ഇവരുടെ അണ്ടറിലുണ്ട്. ഇപ്പോൾ റീസെൻ്റായിട്ട് വാൻഗാലാണ് ഞാൻ ബൾക്ക് ഡീലിൽ ഈ ഒരു സ്റ്റോക്കിനെ അക്യുമുലേറ്റ് ചെയ്ത് കണ്ടിരുന്നത്. അപ്പോൾ നിങ്ങൾക്കും ഈ ഒരു സ്റ്റോക്കിനെ നിങ്ങളുടെ പോർട്ട്ഫോളിയോയിലോട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ലൊരു റിട്ടേൺ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഫിനാൻസ് സെക്ടറിൽ നിന്ന് തന്നെ മറ്റൊരു സ്റ്റോക്ക് ഞാൻ കരൂർ വൈശ്യയാണ്. ഞാനത് കുറച്ച് നാളുകളായിട്ട് തന്നെ നമ്മുടെ സ്റ്റുഡൻസിൻ്റെ അടുത്തൊക്കെ പറയുന്നുണ്ട്. ഇതൊരു വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു ഏരിയയിലാണ് കരൂർ വൈശ്യ ബാങ്ക് കിടക്കുന്നത്. വളരെ അട്രാക്റ്റീവാണ്. അതിൻ്റെ PE റേഷ്യോ വെറും 10 മാത്രമേ ഉള്ളൂ. നമ്മൾ നോക്കുക സ്റ്റോക്കിൽ വളരെ അഗ്രസീവായിട്ടുള്ള ബൈങ് നടക്കുന്നതായിട്ട് നമുക്ക് ചാർട്ട് കാണുമ്പോൾ തന്നെ ലാസ്റ്റ് 1 ഇയറിൽ കാണാൻ പറ്റും. PE റേഷ്യോ ഒക്കെ വളരെ അട്രാക്റ്റീവാണ്. ഒരു ആവറേജ് 5 ഇയർ PE റേഷ്യോയിലാണ് ആ സ്റ്റോക്ക് ഇപ്പോഴും നിൽക്കുന്നത്. ഇതിൻ്റെ അകത്ത് ഫിനാൻസ് കഴിഞ്ഞ വർഷം മാർച്ചിൽ ഒരു ചെറിയൊരു ഡിപ്പ് അതിൻ്റെ ഫിനാൻസ് പ്രോഫിറ്റിൽ വന്നിട്ടുണ്ടായിരുന്നു. ആഫ്റ്റർ ദാറ്റ് വലിയൊരു കുതിച്ചുചാട്ടം 168, 55 മൈനസ് 225 പ്ലസ്. അപ്പോൾ ഒരു കൺസിസ്റ്റൻറ്റ് ഗ്രോത്ത് കഴിഞ്ഞ മാർച്ചിൽ മാത്രമാണ് ഈ ഒരു സ്റ്റോക്ക് കുറവ് കാണിച്ചത്. എന്നാൽ അതിൻ്റെ അകത്ത് വലിയ തിരിച്ചുവരവ് വന്നിട്ടുണ്ട്. സെപ്റ്റംബർ ക്വാർട്ടറിൽ റിസൾട്ട് കൂടി വരികയാണെങ്കിൽ വളരെ മികച്ചൊരു റിട്ടേൺ ആണെങ്കിൽ ഈ ഒരു സ്റ്റോക്കിന് നിങ്ങൾക്ക് ധൈര്യമായിട്ട് കൂടുതൽ അക്യുമുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഈ ൽ ബാലൻസ് ഷീറ്റിലൊക്കെ നമുക്ക് ആ ഒരു പോസിറ്റിവിറ്റി കാണാൻ പറ്റും. നമ്മളിനി ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ നോക്കുമ്പോൾ FIAs കഴിഞ്ഞ ക്വാർട്ടറിൽ ചെറുതായിട്ട് 15.38 നിന്ന് 15.11 ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ കുറയ്ക്കുന്നതായിട്ട് കാണാനായിട്ട് പറ്റുന്നുണ്ട്. പക്ഷേ പബ്ലിക്കിൻ്റെ കയ്യിൽ 1% ഒരു ഗ്രോത്ത് കാണിക്കുന്നുണ്ട്. എന്നാൽ DIAസും 36% നിന്ന് 35.6% വന്നിട്ടുണ്ട്. റീസെൻറ്റ് ടൈം ബൾക്ക് ഡീൽ നോക്കുമ്പോൾ കരൂർ വൈശ്യയും വളരെ നല്ല രീതിയിൽ പലരും അക്യുമുലേറ്റ് ചെയ്തതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ കരൂർ വൈശ്യയും നിങ്ങൾക്ക് നല്ല രീതിയിൽ അക്യുമുലേറ്റ് ചെയ്യാൻ പറ്റും. ലോങ് ടൈമിൽ നല്ലൊരു വെൽത്ത് നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇനി മറ്റൊന്ന് നമ്മുടെ യൂണിയൻ ബാങ്ക് തന്നെയാണ്. യൂണിയൻ ബാങ്ക് PSU സെക്ടറാണ്. അപ്പോൾ യൂണിയൻ ബാങ്ക് ചില ആൾക്കാർ അപ്പോൾ ചിലപ്പോൾ അവോയ്ഡ് ചെയ്യാറുണ്ട്. PE റേഷ്യോ 6.8 ആണ്. ഒരു നല്ലൊരു ഹൈപ്പിന് ശേഷം ആ PSU സെക്ടേഴ്സ് മുകളിൽ പോയി കഴിഞ്ഞ് താഴെ വീണപ്പോൾ യൂണിയൻ ബാങ്ക് താഴെ വന്നിട്ടുണ്ട്. അവിടെ നിന്ന് നല്ല രീതിയിലുള്ള ഡബിൾ ബോട്ടം സ്ട്രക്ചറിൽ തിരിച്ച് കയറി വരികയാണ്. നമ്മൾ അതിൻ്റെ ഫണ്ടമെൻ്റൽസ് നോക്കുകയാണെങ്കിലും യൂണിയൻ ബാങ്ക് ആ ഒരു കൂട്ടത്തിൽ ഏറ്റവും അട്രാക്റ്റീവായിട്ട് കിടക്കുന്നുണ്ട് എന്ന് നമുക്ക് കാണാൻ പറ്റും. ബാങ്ക് ഓഫ് ബറോഡയും അത്യാവശ്യം നല്ല അട്രാക്റ്റീവാണ്. കാനറ ബാങ്കും അട്രാക്റ്റീവാണ്. എന്നാൽ യൂണിയൻ ബാങ്ക് നമുക്ക് കുറച്ചുകൂടി നല്ലൊരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി നമുക്ക് കാണിക്കുന്നതായിട്ട് കാണാൻ പറ്റും. കഴിഞ്ഞ 2 ക്വാർട്ടറിൽ അവരുടെ പ്രോഫിറ്റിനെ ചെറുതായിട്ട് എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. എന്നാൽ അടുത്ത ക്വാർട്ടറുകളിൽ അത് ഓവർകം ചെയ്ത് വരും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. എന്നാൽ FIAസിൻ്റെ ഹോൾഡിംഗ് പാറ്റേൺസ് നോക്കുകയാണെങ്കിൽ FIAs ഈ ഒരു സ്റ്റോക്ക് കണ്ടിന്യൂസ് ആയിട്ട്
ക്വാണ്ടിറ്റി ഇമ്പ്രൂവ് ചെയ്യുന്നത് കാണാൻ പറ്റും. ഒരു 2022 വെറും 1% മാത്രം ഹോൾഡിങ്സ് ആണ് FIAസിന് ഈ ഒരു സ്റ്റോക്കിൽ ഉണ്ടായിരുന്നതെങ്കിൽ 2024 ഏകദേശം 7.3% അവരുടെ ഹോൾഡിങ്സ് അവർ കൂട്ടിയിട്ടുണ്ട്. അത് തന്നെയാണ് ഏറ്റവും വലിയൊരു എക്സാമ്പിൾ. പബ്ലിക് 8% ഹോൾഡിംഗ് ഉണ്ടായിരുന്ന പബ്ലിക്കിൻ്റെ കയ്യിൽ ഇപ്പോൾ 6.5% മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് തന്നെയാണ് ഒരു വീക്കർ ഹാൻഡ്സിൽ നിന്ന് ആ സ്റ്റോക്ക് ഒരു സ്ട്രോങ്ങർ ഹാൻഡ്സിലോട്ട് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. DIS ഇതുപോലെ തന്നെ ഒരു 7% നിന്ന് ഒരു 12% വരെയൊക്കെ ഹോൾഡിങ്സ് കൂട്ടിയിട്ടുണ്ട്. മാത്രമല്ല നമ്മുടെ പ്രൊമോട്ടേഴ്സ് കുറച്ച് സ്റ്റോക്സ് എന്ത് ചെയ്തിട്ടുണ്ട്, ഡൈല്യൂട്ട് ചെയ്തിട്ടുണ്ട്. 83% ഉണ്ടായിരുന്ന പ്രൊമോട്ടേഴ്സ് 74% കുറച്ചിട്ടുണ്ട്. എന്നാൽ ഈ കുറഞ്ഞ പെർസെൻറ്റേജ് പോയിരിക്കുന്നത് FIAസിൻ്റെയിലാണ് എന്നുള്ളത് വളരെ പോസിറ്റീവാണ്. കാരണം പ്രൊമോട്ടേഴ്സിനേക്കാൾ നല്ല രീതിയിൽ ഹോൾഡ് ചെയ്യാനായിട്ട്, ബിസിനസ് കോർഡിനേറ്റ് ചെയ്യാനായിട്ട് FIAസിന് സാധിക്കുന്നത് തന്നെ ഈ ഒരു സ്റ്റോക്കിന് വളരെ അട്രാക്റ്റീവ് ആവും. നമുക്കൊരു ലോങ് ടൈമിലോട്ട് നല്ലൊരു വെൽത്ത് ജനറേറ്റ് ചെയ്യാൻ ഈ ഒരു സ്റ്റോക്കിന് സാധിക്കുന്നതാണ്. അടുത്തതായിട്ട് നമുക്ക് നല്ലൊരു സ്റ്റോക്ക് ഇന്ത്യ ഷെൽട്ടർ ഫിനാൻസ് കോർപ്പറേഷനാണ്. ഈ ഒരു സ്റ്റോക്ക് നിങ്ങൾ ചാർട്ട് നോക്കുകയാണെങ്കിൽ കുറച്ച് നാളുകളായിട്ട് ഫ്രം ജൂലൈ മുതൽ ഒരു നല്ലൊരു കൺസോൾട്ടേഷൻ റേഞ്ചിൽ ഈ ഒരു സ്റ്റോക്ക് നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. എന്നാൽ ഇവിടെ ഒരു സെല്ലിംഗ് ക്യാൻഡിൽ വന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ. ഈ ഒരു സ്റ്റോക്ക് ഈ ഒരു റേഞ്ച് ബ്രേക്കൗട്ട് നടത്തുകയാണെങ്കിൽ, അപ്സൈഡിലോട്ട് ഒരു റേഞ്ച് ബ്രേക്കൗട്ട് നടത്തുകയാണെങ്കിൽ, ഇപ്പോൾ കറൻറ്റ്ലി നിങ്ങൾ പോയി ചാടിക്കറി വാങ്ങരുത്. ഒരു റേഞ്ച് ബ്രേക്കൗട്ട് നടത്തുകയാണെങ്കിൽ ഫിനാൻസ് സെക്ടറിൽ വലിയ കുഴപ്പമില്ലാത്ത ഒരു പാറ്റേൺ ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ താഴത്തോട്ടൊരു ബ്രേക്കൗട്ടിലാണ് നിൽക്കുന്നത്. തിരിച്ചു കയറി വന്ന് ഈ ഒരു ലെവലിൻ്റെ മുകളിലോട്ട് പോകുകയാണെങ്കിൽ മാത്രം ഈ ഒരു സ്റ്റോക്കിനെ നമുക്ക് പരിഗണിക്കാം. ബാങ്കിങ് സ്റ്റോക്ക് പോലെ തന്നെ നമ്മൾ ഇനിയും ഈ ഒരു ഫെഡ് റിസർവ് റേറ്റ് കുറച്ചത് കൊണ്ട് ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് വരാൻ പോകുന്ന 2 സെക്ടേഴ്സ് ഉണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം. ഒന്ന് IT ആണ്. IT-യിൽ US കമ്പനികൾ ഫെഡ് റിസർവ് കുറച്ചതിന് പ്രകാരമായിട്ട് കൂടുതൽ IT എക്സ്പെൻഡിച്ചറിൽ സ്പെൻഡ് ചെയ്യുകയും അത് ഇന്ത്യൻ IT കമ്പനികൾക്ക് വലിയൊരു ബൂം കിട്ടുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ഓൾറെഡി അത് കണ്ടു കഴിഞ്ഞു. കഴിഞ്ഞ തവണ തന്നെ IT സെക്ടർ ഭയങ്കരമായിട്ട് മുകളിലോട്ട് പോയത് അതിൻ്റെ ഒരു റീസണിലാണ്. മാത്രമല്ല ഫാർമ സെക്ടറിൽ നമുക്ക് വലിയൊരു ബൂം കാണാനായിട്ട് പറ്റും. കാരണം ഫാർമ സെക്ടർ നമ്മൾ നോക്കുമ്പോൾ ഇന്ത്യൻ ഫാർമ സെക്ടറിന് വളരെ അഡ്വാൻറ്റേജ് ആയിട്ടുള്ള ന്യൂസ് വന്നിട്ടുണ്ട്. US-ൽ നിന്ന് ഒരു അപ്രൂവൽ കിട്ടിയിട്ടുണ്ട്. ഇത് ചൈനീസ് കമ്പനികൾക്കും ഇന്ത്യൻ കമ്പനികൾക്കും വളരെ പോസിറ്റീവാണ്. എന്നാൽ US-ഉം യൂറോപ്പും ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളും ഫാർമയിൽ ചൈനയേക്കാൾ അധികമായിട്ട് ഇന്ത്യനെ ഇനി മുതൽ ആശ്രയിക്കാം, അല്ലെങ്കിൽ ഇന്ത്യൻ കമ്പനികളെ ആശ്രയിക്കാം എന്നുള്ള ഡിസിഷനിലോട്ടാണ് കൊറോണയ്ക്ക് ശേഷം പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഫാർമ കമ്പനികളെ നമുക്ക് നോക്കി വയ്ക്കാം. 2029 വരെയുള്ള ഒരു ലോങ് ടൈം പീരീഡിലോട്ട് നിങ്ങൾ ഫാർമ സെക്ടറിലോട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ഇരട്ടിയോളം റിട്ടേൺ തരാൻ സാധിക്കുന്ന പല സ്റ്റോക്കുകളും നമുക്കവിടെ കാണാനായിട്ട് പറ്റും. നമ്മൾ ഫാർമ സെക്ടറിൽ മൊത്തത്തിൽ വാല്യുവേഷനിലോട്ട് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഫാർമ സെക്ടർ കുറച്ച് ഹയർ വാല്യുവേഷനിലാണ് ഇപ്പോൾ കരളിൽ നിൽക്കുന്നത്. പി റേഷ്യോ ഒക്കെ 38 ലെവലിലൊക്കെയാണ്. നമ്മൾ 1 ഇയർ പി റേഷ്യോയിലൊക്കെ വളരെ കുറച്ച് മുകളിലാണ് നിൽക്കുന്നത്. 5 ഇയർ പി റേഷ്യോ നോക്കിയാൽ പോലും അത് ഒരു ഇച്ചിരി മുകളിലാണ് നിൽക്കുന്നത് എന്ന് കാണാൻ പറ്റും. നമ്മൾ ഓരോ സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് കുറച്ച് വാല്യുവേഷൻ കുറഞ്ഞു കിടക്കുന്ന സ്റ്റോക്കുകൾ ആരൊക്കെയാണ് നമുക്ക് നോക്കാം. ഇപ്പോൾ സൺഫാർമയാണെങ്കിൽ 42 ആണ്. ഇൻഡസ്ട്രിയൽ ആവറേജ് കിടക്കുന്നത് തന്നെ 42 ആണ്. അപ്പോൾ എന്താ പറയുക, സൺഫാർമ വലിയ കുഴപ്പമില്ല. എന്നാൽ ഡിവിസ്ല ഭയങ്കര ഹയർ വാല്യുവേഷനിലാണ്. സിപ്ല ലോവർ വാല്യുവേഷനിലാണ്. നമുക്കൊരു വാല്യുവേഷൻ കംഫർട്ട് കൊടുക്കുന്നുണ്ട് സിപ്ലയ്ക്ക്. നമുക്ക് സിപ്ലയുടെ ഡാറ്റ നമുക്കൊന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ സിപ്ല 29 കിടക്കുന്നത്. സിപ്ലയിൽ നല്ലൊരു ബൈയിങ് ക്വാണ്ടിറ്റി നടക്കുന്നുണ്ട്, ഒരു ഹൈ സ്ട്രക്ചർ നടക്കുന്നുണ്ട്. എന്നാൽ വാല്യുവേഷൻ സൈഡിൽ നമുക്കൊരു നല്ലൊരു ഗ്രോത്ത്, ഒരു പ്രോഫിറ്റ് ഗ്രോത്ത് കാണുന്നുണ്ട്. നമുക്ക് സെയിൽ ഗ്രോത്ത് നോക്കുമ്പോൾ 3 ഇയറിൽ 10% കൺസിസ്റ്റൻറ്റ് ഗ്രോത്ത് സെയിൽസിൽ സിപ്ലയ്ക്ക് കൊടുക്കാനായിട്ട് പറ്റുന്നുണ്ട്. കോമ്പോണൻറ്റ് പ്രോഫിറ്റ് ഗ്രോത്തും ഏകദേശം ലാസ്റ്റ് 3 ഇയറിൽ 21% കൊടുക്കാൻ പറ്റുന്നുണ്ട്. സ്റ്റോക്ക് CAGR ലാസ്റ്റ് 1 ഇയറിൽ 41% കൊടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ ഫാർമ സെക്ടറിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് വലിയ ഡിപ്പുകൾ ഇടയ്ക്കിടയ്ക്ക് വരും. ആ ഒരു ഡിപ്പിൽ പേടിക്കാതെ ഹോൾഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്കൊരു 500%, 1000% ഒക്കെ റിട്ടേൺസ് ഫാർമ സ്റ്റോക്കിൽ നിങ്ങൾക്ക് തരും ഒരു നെക്സ്റ്റ് 5 to 6 ഇയേഴ്സിൽ. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ ഫാർമയിൽ കൃത്യമായിട്ട് ഒരു പെർസെൻറ്റേജ് മാറ്റി വയ്ക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. ഇതിൻ്റെ അകത്ത് ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ നോക്കുകയാണെങ്കിൽ സിപ്ലയിൽ FIAs നല്ല രീതിയിൽ ഷെയർ ഹോൾഡിങ്സ് കൂട്ടിയിട്ടുണ്ട്. ഒരു ലാസ്റ്റ് 2-3 ക്വാർട്ടറിലായിട്ട് 25 അവർ ഹോൾഡ് ചെയ്തിരുന്നതെങ്കിൽ ഇപ്പോൾ അത് 27.8 കൂട്ടിയിട്ടുണ്ട്. മ്യൂച്വൽ ഫണ്ട്സും 24.6 കൂട്ടിയിട്ടുണ്ട്. റീറ്റെയിൽ സൈഡിൽ 16.4% മാത്രമേ ഉള്ളൂ. എന്നാൽ പ്രൊമോട്ടേഴ്സാണ് 33% നിന്ന് 30% അതിൻ്റെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺസ് കുറച്ചിരിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ സിപ്ല നമുക്ക് നോക്കി വയ്ക്കാൻ പറ്റുന്ന നല്ലൊരു സ്റ്റോക്ക് തന്നെയാണ്. പിന്നെ നമുക്ക് വാല്യുവേഷൻ കംഫർട്ട് തരുന്നത് ഡോക്ടേഴ്സ് റെഡ്ഡിയാണ്. ഡോക്ടേഴ്സ് റെഡ്ഡി കുറച്ച് നാളുകളായിട്ട് മറ്റ് സ്റ്റോക്കുകളുടെ അത്രയും വലിയൊരു മൂവ്മെൻറ്റ് തരുന്നില്ല. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഡോക്ടേഴ്സ് റെഡ്ഡിയിൽ നല്ല ബൈയിങ് വോളിയം വന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു ബൈ വോളിയം ആ ഒരു ട്രെൻഡ് കണ്ടിന്യൂഷൻ ഒരുപക്ഷെ ആ ഒരു സ്റ്റോക്കിൽ കൊണ്ടുവന്നേക്കാം. നമ്മൾ പി റേഷ്യോ നോക്കുകയാണെങ്കിലും ഒത്തിരി താഴെയാണ് ഇപ്പോൾ ഡോക്ടേഴ്സ് റെഡ്ഡി നിൽക്കുന്നത്. ഇപ്പോൾ എല്ലാം പോസിറ്റീവായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഡോക്ടേഴ്സ് റെഡ്ഡിയിൽ റിപ്പോർട്ടുകളെല്ലാം പോസിറ്റീവാണ്. തിരിച്ച് 2000 കോടി രൂപ ഓപ്പറേഷണൽ പ്രോഫിറ്റിലോട്ട് അത് എത്തിയിട്ടുണ്ട്. മാർജിൻ തിരിച്ച് വീണ്ടും 28 എത്തിയിട്ടുണ്ട്. 28-29
എന്ന് പറയുന്നത് അവരുടെ ഒരു പീക്ക് മാർജിൻ തന്നെയാണ്. അപ്പോൾ ഒരു നല്ലൊരു മാർജിനും ആ ഒരു സ്റ്റോക്കിനുണ്ട്. പ്രോഫിറ്റും നമുക്ക് ഓപ്പറേഷണൽ പ്രോഫിറ്റ് നല്ല രീതിയിൽ കൂടി വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. നെറ്റ് പ്രോഫിറ്റിലും 5500 5560 റേഞ്ചിലോട്ടൊക്കെ തന്നെ അത് പ്രോഫിറ്റ് കൂടി വരുന്നുണ്ട്. സെയിൽസിൽ കഴിഞ്ഞ 3 വർഷം ഏകദേശം 14% ഗ്രോത്ത് ഉണ്ട് എങ്കിൽ കഴിഞ്ഞൊരു വർഷം നമുക്ക് 11% മാത്രമേ തരുന്നുള്ളൂ. എന്നാൽ ഗ്രോത്ത് നമുക്ക് ഏകദേശം 18% ഗ്രോത്ത് ആ ഒരു സ്റ്റോക്ക് തരുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. എന്നാൽ നമുക്ക് നേരെ നമ്മുടെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺസിലോട്ട് പോവുകയാണെങ്കിൽ FIS ഈ ഒരു സ്റ്റോക്കിൽ വലിയ കാര്യമായിട്ടുള്ള ചേഞ്ചസ് ഒന്നും വരുത്തിയിട്ടില്ല. കഴിഞ്ഞ ക്വാർട്ടറിൽ 29% ഉണ്ടായിരുന്നു, ഈ ക്വാർട്ടറിൽ 27.6% ആയിട്ട് കൂട്ടി. എന്നാൽ പബ്ലിക് ഈ ഒരു സ്റ്റോക്കിൽ പെർസെൻറ്റേജ് കുറച്ചിരിക്കുകയാണ്. 25% നിന്ന് 24%ലോട്ട് അവരുടെ ഹോൾഡിങ്സ് കുറച്ചിരിക്കുകയാണ്. എന്നാൽ DIS ആണ് ഈ ഒരു സ്റ്റോക്കിൽ കൃത്യമായിട്ട് ഹോൾഡിങ്സ് കൂട്ടി വരുന്നത് എന്ന് നമുക്ക് കാണാൻ പറ്റും. 18% നിന്ന് 20.7%. അതൊരു വീക്കർ ഹാൻഡ്സിൽ നിന്ന്, പബ്ലിക്കിൻ്റെ വീക്കർ ഹാൻഡ്സിൽ നിന്ന് ആ ഒരു ശതമാനം സ്റ്റോക്ക് പോയിരിക്കുന്നത് DISലാണ്. അപ്പോൾ ഡോക്ടേഴ്സ് റെഡ്ഡി നമുക്ക് ലോങ് ടൈം പെർസ്പെക്റ്റീവിൽ പരിഗണിക്കാൻ പറ്റുന്ന ഒരു ഫാർമ സ്റ്റോക്ക് തന്നെയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നമ്മൾ ഫാർമയിലെ കുറച്ച് ചെറിയ നോക്കുകയാണെങ്കിൽ പല ചെറിയ സ്റ്റോക്കുകളും നല്ല രീതിയിൽ മൂവ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ നാറ്റ്കോ ഫാർമയാണ് വാല്യുവേഷനിൽ ഏറ്റവും കുറവ് കിടക്കുന്നത്. അപ്പോൾ വാല്യുവേഷൻ മാത്രം നോക്കിയിട്ട് മാത്രമല്ല, മൊമെൻറ്റം കൂടി പരിഗണിച്ചിട്ട് വേണം നമ്മളൊരു സ്റ്റോക്കിനെ ചൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ കുറച്ച് എക്സാമ്പിൾസ് പറഞ്ഞു. അപ്പോൾ ഈ സ്റ്റോക്കിലൊന്നും നിങ്ങൾ കൃത്യമായിട്ട് അനാലിസിസ് നടത്താതെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യരുത്. അപ്പോൾ നാറ്റ്കോ ഫാർമ നല്ല രീതിയിൽ റാലി നടത്തിയിട്ടാണ് ഒരു സെൽ ഓഫ് വരുന്നത്. എന്നാൽ നാറ്റ്കോ ഫാർമയുടെ ഔട്ട്പുട്ട്സും നോക്കുകയാണെങ്കിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഫണ്ടമെൻ്റലിയും ആ സ്റ്റോക്ക് നല്ല രീതിയിൽ ഗ്രോ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓപ്പറേഷണൽ പ്രോഫിറ്റ് നല്ല രീതിയിൽ കൂടുന്നുണ്ട്. മാർജിനും 48% മാർജിൻ ലെവലിലോട്ടൊക്കെ ആ ഒരു സ്റ്റോക്ക് ജമ്പ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഹോൾഡിങ്സ് നോക്കുകയാണെങ്കിൽ FIS നല്ല രീതിയിൽ ഈ ഒരു സ്റ്റോക്കിൻ്റെ ഹോൾഡിങ്സ് കൂട്ടി വരുന്നുണ്ട്. 17.45ലോട്ട് 2% ഉണ്ടായിരുന്ന 2021 വെറും 2% മാത്രം ഉണ്ടായിരുന്ന ഹോൾഡിങ്സാണ് അവർ 17.45%ലോട്ട് കൂട്ടിയിരിക്കുന്നത്. പബ്ലിക് വലിയ കാര്യമായിട്ട് ഷെയർ ഹോൾഡിംഗ് കൂട്ടിയിട്ടില്ല. എന്നാൽ DIS ഈ ഒരു സ്റ്റോക്ക് വിറ്റൊഴിവാക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. FIS സ്റ്റോക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നാറ്റ്കോ ഫാർമയിൽ ചാർട്ട് കൂടി പരിഗണിച്ച് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, പരിഗണിക്കുക. നാറ്റ്കോ ഫാർമ ചാർട്ട് നോക്കുമ്പോൾ നമുക്ക് വലിയൊരു ഹ്യൂജ് സെൽ ഓഫാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ സെൽ ഓഫിൽ പോയിട്ട് നിങ്ങൾ കയറണ്ട. എവിടെയാണ് ഒരു നല്ലൊരു ഫൗണ്ടേഷൻ ഉണ്ടാക്കുന്നത് എന്ന് നോക്കുക. അതിനുശേഷം മാത്രം ഈ ഒരു സ്റ്റോക്കിനെ നിങ്ങൾ പരിഗണിക്കുക. ഇവിടെ 2 ഒരു ഹോൾഡിംഗ് പാറ്റേൺസ് ഉണ്ട്. 1000, 1200 റേഞ്ചിലൊക്കെ. ഈ ഒരു റേഞ്ചിലൊക്കെ ആ ഒരു സ്റ്റോക്ക് കിട്ടുകയാണെങ്കിൽ നമുക്ക് ലോങ് ടൈമിലോട്ട് പരിഗണിക്കാം. കൺസപ്ഷൻ തീമിലും നിങ്ങൾക്ക് ലോങ് ടൈമിൽ പരിഗണിക്കാൻ പറ്റുന്നതാണ്. IT സെക്ടറിൽ നല്ലൊരു ബൂം ഇനിയും കാണുന്നുണ്ട്. IT സെക്ടറിൽ ഇനിയും മൂവ് ചെയ്യാത്ത ചില സ്റ്റോക്കുകളുണ്ടെങ്കിൽ അതാണ് നമ്മളിനി പരിഗണിക്കേണ്ടത്. IT സെക്ടറിൽ നിന്ന് എനിക്ക് തോന്നുന്നു വിപ്രോ ആണ് കുറച്ചെങ്കിലും നമുക്ക് വാല്യുവേഷൻ കംഫർട്ട് ഇപ്പോൾ ഓൾറെഡി തരുന്നത്. TCS ഒക്കെ ഓൾറെഡി 29 എത്തിക്കഴിഞ്ഞു. TCS ഒത്തിരി പോയി. മൈൻഡ്രി ഒത്തിരി മുകളിലാണ്. ടെക് മഹീന്ദ്ര ഒത്തിരി മുകളിലാണ്. പെർസിസ്റ്റൻറ്റ് സിസ്റ്റംസ് ഒത്തിരി മുകളിലാണ്. L&T ടെക്നോളജീസ് വലിയ കുഴപ്പമില്ല. എംഫസൈസ്, കൊഫോർജ് ഇതൊക്കെ ഓൾറെഡി ഹൈ വാല്യുവേഷനിൽ പോയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു വിപ്രോ ആണ് നമുക്ക് കുറച്ചെങ്കിലും ഒരു വാല്യുവേഷൻ കംഫോർട്ട് ഇപ്പോൾ IT സെക്ടറിൽ നിന്ന് തരുന്നത്. അപ്പോൾ വിപ്രോ വലിയ കാര്യമായിട്ട് മൂവ് ചെയ്യില്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. വിപ്രോ ഒരു ആവറേജ് മൂവ്മെൻറ്റ് മാത്രമേ നൽകുന്നുള്ളൂ. അപ്പോൾ വിപ്രോ ഒരു ഓൾ ടൈം ഹൈയിലോട്ട് തിരിച്ചു പോയിട്ട് ഹൈ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വലിയൊരു മൂവ്മെൻറ്റ് വിപ്രോയിൽ കാണാൻ പറ്റും. വിപ്രോ ഒരു W ഷേപ്പ്, ഒരു ഡബിൾ ബോട്ടം, V ഷേപ്പ് ഡബിൾ ബോട്ടം പാറ്റേണിലാണ് നിൽക്കുന്നത്. അപ്പോൾ മുകളിലോട്ടൊരു മൂവ്മെൻറ്റ് ചിലപ്പോൾ നമുക്ക് വിപ്രോയിലും കാണാനായിട്ട് പറ്റും. വിപ്രോ ഈ IT സെക്ടർ ബൂമായിട്ട് നിൽക്കുന്നതിൻ്റെ ഒരു ബെനിഫിറ്റ് വിപ്രോ കാണിക്കേണ്ടതാണ്. മറ്റ് സ്റ്റോക്കുകൾ കാണിച്ച അത്രയും വിപ്രോ കാണിച്ചിട്ടില്ല. പ്രോഫിറ്റ് വലിയ കുഴപ്പമില്ലാതെ ഒരു സ്റ്റെബിലിറ്റി വിപ്രോയ്ക്ക് കൊണ്ടുവരാനായിട്ട് പറ്റിയിട്ടുണ്ട്. നമ്മൾ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺസ് നോക്കുമ്പോൾ FIS വിപ്രോൻ്റെ ഷെയർസ് പെർസെൻറ്റേജ് കൂട്ടി വരുന്നത് നമുക്ക് ശ്രദ്ധയിൽപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ DISും അതേപോലെ തന്നെ ഹോൾഡ് ചെയ്യുന്നുണ്ട്. റീറ്റെയിൽ ട്രേഡേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, വിപ്രോയിൽ ചെറിയ സെൽ ഓഫ്സ് വരുത്തുന്നുണ്ട്. 16% ഉണ്ടായിരുന്നതാണ് ഇപ്പോൾ 12%-ലൊക്കെ റീറ്റെയിലേഴ്സ് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇത്ര ഒരു ചെറിയൊരു എന്താ പറയുക ഫണ്ടമെൻ്റൽ അനാലിസും ടെക്നിക്കൽ അനാലിസും മിക്സ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തത്. ഫെഡ് റിസർവ് ഇത്തരത്തിലുള്ള റേറ്റ് കട്ട് ചേഞ്ച് വരുമ്പോൾ അടുത്ത ക്വാർട്ടറിലും ഈ ഒരു ചേഞ്ച് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ബുള്ളിഷ് റാലി ചിലപ്പോൾ ചെറിയ ചെറിയ കറക്ഷൻസ് ഉണ്ടാവില്ല എന്നല്ല പറയുന്നത്, കറക്ഷൻസ് ഉണ്ടാകും. എന്നാൽ അടുത്തൊരു 2 വർഷത്തേക്കെങ്കിലും നമുക്ക് ഒരു കൺസിസ്റ്റൻറ്റ് ഗ്രോത്ത് നമുക്ക് ഈ പറഞ്ഞ സ്റ്റോക്കുകളിൽ വാല്യുവേഷൻ കംഫർട്ടോട് കൂടി ഇടുകയാണെങ്കിൽ, ഞാൻ ഒറ്റ മാസം കൊണ്ട് തന്നെ 100 ഇരട്ടി കിട്ടുന്ന സ്റ്റോക്കുകളെ കുറിച്ചിട്ടല്ല സംസാരിച്ച്, നിങ്ങൾക്ക് സേഫായിട്ട് നിങ്ങൾക്ക് വാല്യുവേഷൻ നോക്കി ഒരു ബെസ്റ്റ് ഒരു കംഫർട്ട് സോണിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പൈസ പാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ആവറേജ് റിട്ടേൺ കിട്ടുന്ന സ്റ്റോക്കുകളെ കുറിച്ചിട്ടാണ് ഞാൻ സംസാരിച്ചത്. ആ രീതിയിലാണ് ഞാൻ എൻ്റെ പോർട്ട്ഫോളിയോസ് എപ്പോഴും ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് എല്ലാ വീക്കിലും
നമ്മളൊരു വീഡിയോ ഇതുപോലെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഏതൊക്കെ സെക്ടറുകളിലാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടതെന്നുള്ളൊരു വളരെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോസ് നമ്മൾ നമ്മുടെ സ്റ്റുഡൻസിന് വേണ്ടി നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഒരു വീഡിയോ നമ്മൾ യൂട്യൂബിൽ ഇനി മുതൽ ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരേക്കും ഗുഡ് ബൈ.